പത്തനാപുരത്തേക്ക് ഗാന്ധി ഭവനിലേക്കുള്ള യാത്രക്കിടയിൽ വണ്ടി ഒന്ന് പതുക്കെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. കാരണം ജയ്ഹിന്ദ് ടെലിവിഷന്റെ ക്യാമറ പേഴ്സൺസ് ഒക്കെ അല്പസമയത്തിനുള്ളിൽ എത്തുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഇവിടെ കാറിലിരുന്നുകൊണ്ട് അയ്യോ മഴ ഒന്ന് സ്ട്രോങ് ആയെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ പുറത്ത് നിൽക്കുന്ന ബൈക്കുകാരൊന്ന് ആലോചിച്ച് നോക്കൂ. കണ്ടോ, അവിടെ വെയിറ്റ് ചെയ്യുന്നു. മഴ പെയ്തപ്പോൾ തന്നെ ബൈക്കൊക്കെ നിർത്തി അവരവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ പ്രാർത്ഥന എന്തായിരിക്കും? ഈശ്വര, ഈ മഴ ഒന്ന് മാറണേ എന്നായിരിക്കും. എന്തായാലും മഴ അത്യാവശ്യം നന്നായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറച്ചൊന്ന് മൂടിക്കെട്ടിയൊരു ഫീലാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ പത്തനാപുരം ഏരിയയിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ട മഴ കാഴ്ച ഇതാണ്. കഴിഞ്ഞ് പത്തനാപുരത്തേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട്. അതിനിടയിൽ നമ്മളിപ്പോൾ ഗാന്ധി ഭവൻ എന്ന ആ ഒരു ഏരിയയിലേക്കാണ്, ഗാന്ധി ഭവനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പത്തനാപുരം ത്താണ് ഈ ഒരു ഗാന്ധി ഭവൻ ഉള്ളത്. അപ്പോൾ ഞാൻ അവിടുത്തെ വൈസ് പ്രസിഡന്റ് അമലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയത് എന്താണ് എങ്ങനെയാണെന്നുള്ള സംഭവം. എന്തായാലും നമ്മുടെ ലിസണർ പ്രവീണിനൊരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. പ്രവീണാണ് ഇത്രയും നല്ലൊരു കാര്യത്തിന്റെ ഭാഗമാവാനായിട്ട് ഹിറ്റ് എഫ് എമ്മിനെയും നമ്മളെയൊക്കെ സഹായിച്ചത്. അപ്പോൾ പ്രവീൺ ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. അമലിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ആരോരും ഇല്ലാതെ റോഡ് സൈഡിലും ഒക്കെ ആയിട്ട് കിടക്കുന്നവരെ എത്തിക്കുന്ന അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന ഒരു സ്ഥലമാണ് ഗാന്ധി ഭവൻ എന്നുള്ളത്. ഏകദേശം 1500ഓളം പേര് അവിടെ ഉണ്ട് എന്നാണ് അമൽ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു അവരുടെ ഫണ്ടിങ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നതൊക്കെ ചോദിച്ചപ്പോൾ നല്ല മനസ്സുള്ള കുറേയധികം പേര് അവരെ സഹായിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഈ ഒരു സ്ഥാപനം നിലനിന്ന് പോരുന്നത് എന്നാണ് അമൽ എന്നോട് പറഞ്ഞത്. അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. 1500ഓളം പേര് ഈ ഗാന്ധി ഭവനിൽ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കൊരു 225 കിലോഗ്രാം അരിയായിട്ടാണ് നമ്മളിപ്പോൾ തിരുമുൽ കാഴ്ചയുടെ ഭാഗമായിട്ട് നമ്മൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത്. എന്തായാലും അവിടെ ചെന്നാലേ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ എനിക്കും കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. ഒരുപക്ഷെ കുറേ നല്ല മനസ്സുള്ള കുറേയധികം പേര് ഹിറ്റ് എഫ് എം ലിസണേഴ്സ് ഉണ്ട്. ഭാവിയിൽ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടായിരിക്കാം ഇവർക്ക് അവരവരുടെ ദിവസം തള്ളി നീക്കാനായിട്ട് സാധിക്കുക. എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തുന്നു.